ഹൈ ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ടോപ്പിക് ഇതായിരുന്നു കോൺഗ്രസ്, ഡിസീസ് ആൻഡ് ട്രേഡ്. നമ്മളതിലെ ഫസ്റ്റ് 2 ടോപ്പിക്, അതായത് കോൺഗ്രസ്, ഡിസീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ ബാക്കി വരുന്ന ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ട്രേഡാണ്. ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഒരു 18th സെഞ്ച്വറിയിലെ യൂറോപ്പിൻ്റെ ഒരു ട്രേഡിൻ്റെ ഒരു കണ്ടീഷൻ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് 5 പോയിൻറ്റ്സ് പഠിക്കാൻ വരുന്നുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് ഇങ്ങനെയാണ്: പോവർട്ടി ആൻഡ് ഹങ്കർ were വെരി കോമൺ ഇൻ യൂറോപ്പ്. അതുപോലെ cities were crowded and deadly diseases were widespread. Religious conflicts were common and religious dissenters were persecuted. നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാക്കേണ്ട സെൻറ്റൻസ് ആണ്, എക്സെപ്റ്റ് ലാസ്റ്റ് 2 തിങ്സ് അല്ലേ. എന്ന് പറയുന്നത് സിറ്റീസിൽ ഒരുപാട് ഓവർ ക്രൗഡ്, ഒരുപാട് പോപ്പുലേഷൻ ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസീസും വളരെ എളുപ്പത്തിൽ അവിടെ വൈഡ് സ്പ്രെഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല റിലീജിയസ് കോൺഫ്ലിക്റ്റ്, ഈ രണ്ട് റിലീജിയൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവിടെ വളരെ കോമൺ ആയിരുന്നു. വൺ മോർ തിങ്, and religious dissenters were persecuted. Who are known as religious dissenters? ഇത്രയേ ഉള്ളൂ. ഈ സമയത്ത് യൂറോപ്പിലെ അവിടുത്തെ അതോറിറ്റീസ് ആയിരുന്ന ചേർച്ചിനെ അതുപോലെ ക്രിസ്ത്യാനിറ്റിയൊക്കെ എതിർത്ത് സംസാരിച്ചിരുന്ന, അവരോട് ഡിസഗ്രി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അറിയപ്പെടുന്ന പേരാണ് റിലീജിയസ് ഡിസെൻറ്റേഴ്സ് എന്നുള്ളത്. സോ അവർക്ക് ഒരുപാട് സിവിയർ ആയിട്ടുള്ള പണിഷ്മെൻറ്റ് കിട്ടിയിരുന്നു. ഈവൻ ദേ വർ എക്സിക്യൂട്ട്. അതാണ് പറയുന്നത് റിലീജിയസ് ഡിസെൻറ്റേഴ്സ് വർ പെർസിക്യൂട്ടഡ്. നൗ തേർഡ് വൺ, thousands fled Europe for America. Here by the 18th century, plantations worked by slaves captured in Africa were growing cotton and sugar for European market. ഇവിടെ നിങ്ങൾ 9th പഠിച്ചാൽ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ. 9th ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഫ്രഞ്ച് റെവല്യൂഷൻ. ആ ചാപ്റ്ററിൻ്റെ അവസാനം കൊടുത്ത ടോപ്പിക് ഉണ്ടായിരുന്നു ട്രയാങ്കുലർ സ്ലേവ് ട്രേഡ്. അവിടെ പറഞ്ഞ കാര്യം തന്നെ ആയിരുന്നു ഈ പ്ലാന്റേഷൻ. ഈ സമയത്ത് ഒരുപാട് പ്ലാന്റേഷൻസ് അവിടെ ഉണ്ടായിരുന്നു യൂറോപ്പിൽ. പക്ഷേ ഇവിടെ വർക്ക് ചെയ്യാൻ യൂറോപ്പിൽ നമുക്ക് വർക്കേഴ്സിനെ കിട്ടിയിരുന്നില്ല, പ്ലാന്റേഷൻ വർക്കേഴ്സ് ഉണ്ടായിരുന്നില്ല, ലേബേഴ്സ് ഉണ്ടായിരുന്നില്ല. സോ ഇവർ ആഫ്രിക്കയിൽ പോയിട്ട് അവിടുന്ന് സ്ലേവിനെ കൊണ്ടുവന്നിട്ടായിരുന്നു ഇവിടെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആണ് പറയുന്നത് പ്ലാന്റേഷൻ വർക്കേഴ്സ് വർക്ക് ബൈ സ്ലേവ് ക്യാപ്ചർഡ് ഇൻ ആഫ്രിക്ക വർക്ക് ഗ്രോയിങ്. അവർ മെയിനായിട്ട് ഗ്രോ ചെയ്യുന്നത് കോട്ടൺ അതുപോലെ ഷുഗർ ആയിരുന്നു ഫോർ യൂറോപ്യൻ മാർക്കറ്റ്. മറ്റൊരു കാര്യം പറയുന്നത് thousands fled യൂറോപ്പ് ഫോർ അമേരിക്ക. കാരണം മനസ്സിലായിട്ട് നമ്മൾ വിചാരിക്കുന്നു, നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സിറ്റീസ് ഓവർ ക്രൗഡ് ആയിരുന്നു, അതുപോലെ ഈ റിലീജിയസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇത് കാരണം കൊണ്ട് തന്നെ യൂറോപ്പിലെ പല ആളുകളും ഈ സമയത്ത് മൈഗ്രേറ്റഡ് ടു അമേരിക്ക. അതാണ് പോയിന്റ്. ഓക്കെ, നൗ പോയിന്റ് നമ്പർ 4. അണ്ടിൽ വെൽ ഇൻ ടു ദ 18th century, ചൈന ആൻഡ് ഇന്ത്യ were among the world's richest countries. അതായത് ഈ 18th century വരെ, 18th century അവസാനിക്കുന്നവരെ നമ്മുടെ ഇന്ത്യയും അതുപോലെ ചൈനയും ആയിരുന്നു ഈ വേൾഡ്സിലെ റിച്ചസ്റ്റ് കൺട്രീസ് എന്ന് പറഞ്ഞത്. കാരണം ഒരുപാട് ഈ ട്രേഡിങ് ആക്ടിവിറ്റീസ് നടന്ന 2 കൺട്രീസ് ആയിരുന്നു ബോത്ത് ഇന്ത്യ ആൻഡ് ചൈന. പിന്നെ നമുക്കറിയാം വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്. നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം ഡ്യൂ ടു ബ്രിട്ടീഷ് കോളനൈസേഷൻ അല്ലേ, നമ്മുടെ ഒരുപാട് ട്രേഡൊക്കെ അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ റോൾ അവിടെ പിന്നീട് റെഡ്യൂസ് ആവണം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ചൈനയിൽ സംഭവിച്ചത്. ചൈനാസ് റെഡ്യൂസ് റോൾ ആൻഡ് ദ റൈസിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് അമേരിക്ക ഗ്രാജുവലി മൂവ് ടു ദ സെൻറ്റർ ഓഫ് വേൾഡ് ട്രേഡ് വെസ്റ്റ് വേൾഡ്സ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ബ്രിട്ടീഷ് കോളനൈസേഷൻ കാരണം ഇന്ത്യയുടെ ട്രേഡിലെ റോള് അവിടെ തീർത്തും റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ചൈനയും ഈ ഒരു സമയത്ത് അവിടുത്തെ നിങ്ങളുടെ സിലബസിൽ വരുന്നില്ല എന്നാലും പറയാം, ഈ അവിടുത്തെ ചില റൂളേഴ്സിൻ്റെ ചില പോളിസി കാരണം ഈ ചൈനയുടെ ട്രേഡിങ് ആക്ടിവിറ്റീസും ഗ്രാജുവലി ഡിക്ലൈൻ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആദ്യം ഇവിടെ ചൈനയും ഇന്ത്യ ആയിരുന്നു വേൾഡിലെ 2 റിച്ചസ്റ്റ് കൺട്രീസ് ആയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഗ്രാജുവലി ഈ 2 കൺട്രീസിന് അവിടെ ഒരു റോൾ അവിടെ നഷ്ടപ്പെട്ടു. ദെൻ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്, റൈസിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് അമേരിക്ക ഗ്രാജുവലി മൂവ് ടു ദ സെൻറ്റർ ഓഫ് വേൾഡ് ട്രേഡ് വെസ്റ്റ് വേൾഡ്. പിന്നീട് ഈ ഒരു സ്ഥാനത്തേക്ക് ഇൻസ്റ്റെഡ് ഓഫ് അമേരിക്ക ആൻഡ് ഇന്ത്യ, ഇൻസ്റ്റെഡ് ഓഫ് ചൈന ആൻഡ് ഇന്ത്യ, പിന്നീട് വന്ന ഒരു കൺട്രിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. പിന്നീട് ലേറ്റർ യൂറോപ്പ് നൗ എമേർജ്ഡ് ആസ് ദി സെൻറ്റർ ഓഫ് വേൾഡ് ട്രേഡ്. അങ്ങനെയാണ് യൂറോപ്പ് നമ്മുടെ വേൾഡ് ട്രേഡിൻ്റെ ഒരു സെൻറ്ററായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ട്രേഡ് ആൻഡ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർക്കുക. ടോപ്പിക് ഇതായിരുന്നു കോൺഗ്രസ്, ഡിസീസ് ആൻഡ് ട്രേഡ്. Okay, so with this we completed all the topics related to 18th century. Now we are entering to 19th century. ഇവിടെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ വേൾഡ് ചേഞ്ച് പ്രൊഫൗണ്ട്ലി ഇൻ ദ 19th century. ഒരുപാട് ചേഞ്ചസ് വേൾഡ് ഉണ്ടായ ഒരു സെഞ്ചുറി ആയിരുന്നു 19th century എന്ന് പറയുന്നത്. എക്കണോമിക്സ് ഐഡൻറ്റിഫൈ 3 types ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ഫ്ലോ വിത്തിൻ ഇൻ്റർനാഷണൽ എക്കണോമിക് എക്സ്ചേഞ്ച്. ഈ സമയത്ത് നമ്മുടെ എക്കണോമിക്സ് ഒബ്സർവ് ചെയ്തൊരു കാര്യമായിരുന്നു ഈ എസ്പെഷ്യലി യൂറോപ്പിൽ മാത്രമല്ല വേൾഡിലെ അക്രോസ് ദ വേൾഡ് 3 type ഓഫ് ഫ്ലോസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഈ ഒരു സമയത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണെന്ന് പറയുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത് ദ ഫ്ലോ ഓഫ് ട്രേഡ്, സെക്കൻഡ് ഫ്ലോ ഈസ് നോൺ ആസ് ഫ്ലോ ഓഫ് ലേബർ, ആൻഡ് തേർഡ് ആൻഡ് ലാസ്റ്റ് വൺ മൂവ്മെൻറ്റ് ഓഫ്
ക്യാപിറ്റൽ ഓർ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ. അത് നിങ്ങൾക്ക് ആ വേർഡ് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ. ഫസ്റ്റ് വൺ, ഫ്ലോ ഓഫ് ട്രേഡ്. നമുക്കറിയാം ഈ ഫ്ലോ ട്രേഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ട്രേഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഡെഫിനറ്റ്ലി ഗുഡ്സ് ആയിരിക്കും അല്ലേ. അതാണ് പറയുന്നത് വിച്ച് ഇൻ ദ 19th century referred largely to trade in goods. അത്രയേ ഉള്ളൂ. നമ്മുടെ ആ ട്രേഡിൻ്റെ വോളിയം അവിടെ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടായി. അതാണ് പറയുന്നത് ഫ്ലോ ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്, മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. സെക്കൻഡ് വൺ, ഫ്ലോ ഓഫ് ലേബർ. നമുക്കെല്ലാം അറിയാം ലേബർ എന്ന് പറയുന്ന വർക്കേഴ്സാണ്. സോ അവിടെ എന്തായിരിക്കും? വർക്കേഴ്സിന് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഫ്രം വൺ കൺട്രി ടു അനദർ. So flow of labor means the migration of people in search of new jobs or employment. Now third flow is known as flow of capital. നമുക്കറിയാം ക്യാപിറ്റൽ മീൻസ് മണിയാണല്ലോ. അപ്പോൾ എന്തായിരിക്കും? ഫോർ ഷോർട്ട് ടേം ഓർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. ഈ സമയത്ത് നമ്മുടെ ഈ ട്രേഡിൽ മറ്റൊക്കെ ആളുകൾ ഈ ലോങ് ടേം ആയാലും കുറച്ച് കാലത്തേക്കാണെങ്കിലും അതുപോലെ കൂടുതൽ കാലത്തേക്കാണെങ്കിലും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണ് അറിയപ്പെടുന്നത് ഫ്ലോ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. So in short, all these three flows were closely interwoven and affected people's lives more deeply now than ever before. So ഈ ഒരു മൂന്ന് ഫ്ലോവും ജനങ്ങളുടെ ജീവിതത്തെ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ബാക്കി പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കിൻ്റെ ഹെഡിങ്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന മറ്റ് ടോപ്പിക്സ് നോക്കാം. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് എ വേൾഡ് എക്കോണമി ടേക്സ് ഷേപ്പ്. ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ പറഞ്ഞു ഈ ഒരു മൂന്ന് ഫ്ലോസിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ വേൾഡ് എക്കണോമിക്ക് ഒരു പുതിയ എനർജിയോടെ കിട്ടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതാണ് പറയുന്നത് അവിടെ ഒരു പുതിയൊരു വേൾഡ് എക്കോണമി അവിടെ ഷേപ്പായി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ വേൾഡ് എക്കോണമി ടേക്ക് ഷേപ്പ് ഇൻ 19th century. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് CBSE മെയിനായിട്ട് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പിന്നീട്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്. നമുക്ക് ആ 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്താണ് അവിടെ എത്തുമ്പോൾ പറയാം. A good place to start is the changing pattern of food production and consumption in the industrial Europe. നമ്മൾ പറഞ്ഞു 19th century ഒരു പുതിയ വേൾഡ് എക്കോണമി അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിന് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. അവിടെ ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. ഈ ഫുഡിൻ്റെ പ്രൊഡക്ഷനിലും അതുപോലെ അതിൻ്റെ യൂസേജിലും കൺസംഷനിലും ഉണ്ടായ മാറ്റമാണ് മെയിനായിട്ടുള്ളൊരു ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. റിമാർക്കബിൾ ചേഞ്ച് ആയിട്ട് വരുന്നത് ഈ ഫുഡിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ ഫുഡിൻ്റെ കൺസംഷനുമായിട്ട് ചേഞ്ചസ് ആണ്. ഇനി ട്രഡീഷണലി കൺട്രീസ് ലൈക്ക് ടു ബി സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ കൺട്രീസും ആഗ്രഹിക്കുന്നത് ടു ബിക്കം സെൽഫ് സഫിഷ്യൻറ്റ് ഫുഡാണ്. അതായത് മറ്റ് കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കൺട്രീസിന് വേണ്ട ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് അറിയപ്പെടുന്നത് സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് എന്ന് പറയുന്നത്. അതെല്ലാ കൺട്രീസും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ബട്ട് ഇൻ 19th century ബ്രിട്ടൻ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് മെൻറ്റ് ലോവർ ലിവിങ് സ്റ്റാൻഡേർഡ് ആൻഡ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്. അതായത് മറ്റെല്ലാ കൺട്രീസിനെയും പോലെ ബ്രിട്ടനും ആഗ്രഹിച്ച കാര്യമായിരുന്നു ടു ബി സെൽഫ് ഡിപ്പെൻഡൻറ്റ് ഓർ സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. പക്ഷേ അതോടൊപ്പം ഈ ഒരു ലക്ഷ്യം, ഈ ഒരു എയിം അവർ അച്ചീവ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് പ്രോസസ്സ് അവർ 2 കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നു. എന്തൊക്കെയാണത്? ലോവർ ലിവിങ് സ്റ്റാൻഡേർഡ് അതുപോലെ സോഷ്യൽ കോൺഫ്ലിക്റ്റ്. നമുക്കത് നെക്സ്റ്റ് ടോപ്പിക് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് നോക്കാം. അതിന് റീസണാണ് പറയാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞു ബ്രിട്ടൻ സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ ട്രൈ ചെയ്ത സമയത്ത് 2 ഇഷ്യൂസ് അവർ ഫേസ് ചെയ്തു. നമ്മളിതിൻ്റെ എക്സ്പ്ലനേഷനാണ് അല്ലെങ്കിൽ റീസണാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പോപ്പുലേഷൻ ഗ്രോത്ത് ഫ്രം ദ ലേറ്റ് 18th century ഹാഡ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ഫുഡ് ഗ്രെയിൻസ് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിലെ ഈ സെൽഫ് സഫിഷ്യൻ്റ് ആവുക എന്നുള്ളത് ഫുഡിൻ്റെ കാര്യത്തിൽ അത്ര ഈസി ടാസ്ക് ആയിരുന്നില്ല. കാരണം 19th century ലേറ്റ് 18th century മുതൽ തന്നെ അവിടെ പോപ്പുലേഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ പോപ്പുലേഷൻ കൂടുമ്പോൾ ക്വൈറ്റ് നാച്ചുറലി പീപ്പിൾ ഡിമാൻഡ് ഫോർ മോർ ഫുഡ്. സോ അതൊരു ഫസ്റ്റ് ഇഷ്യൂ ആയിരുന്നു അവർ ഫേസ് ചെയ്തത്. നൗ സെക്കൻഡ് വൺ, ആസ് അർബൻ സെൻറ്റേഴ്സ് എക്സ്പാൻഡഡ് ആൻഡ് ഇൻഡസ്ട്രി ഗ്രൂ ദ ഡിമാൻഡ്സ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് വെൻഡ് അപ്പ് പുഷിംഗ് അപ്പ് ഫുഡ് ഗ്രെയിൻ പ്രൈസസ്. മറ്റൊരു കാര്യം ഉണ്ടായി. ഈ സമയത്ത് അവിടെ അർബനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റൂറൽ ഏരിയാസ് എല്ലാം അർബൻ ഏരിയാസ് ആക്കി മാറ്റാനുള്ള പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറയുന്നത് ആസ് അർബൻ സെൻറ്റേഴ്സ് എക്സ്പാൻഡഡ്. അതുപോലെ ഇതേ സമയത്ത് അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ടേം ഓർക്കുക, അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഈ 2ഉം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അത് നമുക്കറിയാം ഈ ഇൻഡസ്ട്രീസിന് പലപ്പോഴും എന്ത് വേണ്ടി വരും? നിങ്ങളിനി പഠിക്കാൻ പോകുന്നുണ്ട്, ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട് അല്ലേ. ചിലത് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. നമുക്ക് അവിടെ റോ മെറ്റീരിയൽ ആയിട്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് ഷുഗർ ഇൻഡസ്ട്രി എടുക്കാം. അവിടെ നമ്മുടെ ഷുഗറാണ് മെയിൻ പ്രോഡക്റ്റ് എങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽ വേണ്ട എന്താണ് അവിടെ? ഷുഗർ കെയിൻ ആണല്ലോ. ആണ് പറയുന്നത് ഇൻഡസ്ട്രീസ് ഗ്രോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമുക്ക്
ഈ ഫുഡ് ഗ്രെയിൻസും അതുപോലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് വേണ്ടി വരും. സോ അതും മറ്റൊരു ചലഞ്ചായിരുന്നു ബ്രിട്ടൻ ഫേസ് ചെയ്തത്. മാത്രമല്ല ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് അവിടെ കൂടുകയാണ് ചെയ്തത്. കാരണം ഡിമാൻഡ് കൂടുമ്പോൾ അതേ സമയത്ത് തന്നെ പ്രൈസ് അവിടെ കൂടും. ഇനി ലാസ്റ്റ് വൺ, ഈ ഒരു പോയിന്റിൽ നിന്നാണ് CBSE നേരത്തെ പറഞ്ഞ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിക്കാറുള്ളത്. അണ്ടർ പ്രഷർ ഫ്രം ലാൻഡഡ് ഗ്രൂപ്പ്സ് the government also restricted the import of corn. The law allows the government to do this work commonly known as the corn law. അതായത് ഈ സമയത്ത് ബ്രിട്ടനിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തൊരു മെയിനായിട്ടുള്ളൊരു അഗ്രികൾച്ചറൽ ക്രോപ്പായിരുന്നു കോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയ്സ് എന്ന് പറയുന്നത്, ചോളം. പക്ഷേ ഇതേ സമയത്ത് ബ്രിട്ടനിലേക്ക് മറ്റ് പല കൺട്രീസും കോൺ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് മറ്റൊരു കൺട്രി കൂടി ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊഡക്ഷൻ അത് അഫക്റ്റ് ചെയ്യുമല്ലോ. സോ ഇതന്നെ അവിടെയും സംഭവിച്ചത്. ഇവിടുത്തെ ഈ ലാൻഡഡ് ഗ്രൂപ്പ്സും അതുപോലെ മറ്റ് ഇൻഡസ്ട്രിയൽ പീപ്പിളും ഫാമേഴ്സും എല്ലാം ഈ ബ്രിട്ടനോട് പറഞ്ഞു, ഇനി മുതൽ മറ്റ് കൺട്രീസിലുള്ള ഇമ്പോർട്ട് നമ്മൾ പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ബാൻ ചെയ്യണം. അങ്ങനെ ഗവൺമെൻറ് ഡിഡ് സോ. ആ ഒരു ലോ അറിയപ്പെടുന്ന പേരാണ് കോൺ ലോ. അത്രയേ ഉള്ളൂ. മറ്റ് കൺട്രീസിൽ നിന്ന് കോൺ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഗവൺമെൻറ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു ത്രൂ വൺ ലോ. ദാറ്റ് ലോ ഈസ് നോൺ ആസ് കോൺ ലോ. പക്ഷെ നമുക്കവിടെ ആ പേര് മാത്രം പോരാ. ഈ കോണിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നിന്നാണ് CBSE യൂഷ്വലി ഒരു കോണിനെ കുറിച്ച് മാത്രം ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്ക് ഈ കോണിലൂടെ ഡീറ്റെയിൽസ് നോക്കാം. അവിടെ നമുക്ക് 3 പോയിൻ്റാണ് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ കുറച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അണ്ടർ പ്രഷർ ഫ്രം ദ ലാൻഡഡ് ഗ്രൂപ്പ് ഗവൺമെൻറ് what they did, they restricted the import of corn, so it is known as corn law. ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ ഗവൺമെൻറ് അവർ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നത്. എനിഹൗ ദേ റെസ്ട്രിക്റ്റഡ് ദ ഇമ്പോർട്ട് ഓഫ് കോൺ ഫ്രം അതർ കൺട്രീസ്. പക്ഷേ അത് കാരണം ഗവൺമെൻറ് എഗെയിൻ ഫേസ് സം ഇഷ്യൂസ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അൺഹാപ്പി വിത്ത് ഹൈ ഫുഡ് പ്രൈസസ്, ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് അർബൻ ഡെവലപ്പേഴ്സ് ഫോഴ്സ് ദ അബോളിഷൻ ഓഫ് കോൺ ലോ. അതായത് നമ്മളിപ്പോൾ ഈ മറ്റ് കൺട്രീസിൽ നിന്നുള്ള കോൺ ഇമ്പോർട്ട് ബ്രിട്ടൻ കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ കുറച്ചൊക്കെ അവർ കൺട്രോൾ ചെയ്തെന്ന് പറയാം. എന്നാൽ ഇതേ സമയം തന്നെ പെട്ടെന്ന് ഈ ഒരു റെസ്ട്രിക്ഷൻ കാരണം ഇവിടെയുള്ള കോണിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെയുള്ള ആളുകൾക്ക് തികയാതെ വന്നു. ദ ക്വാണ്ടിറ്റി ഓഫ് കോൺ വാസ് നോട്ട് ഇനഫ് ടു ഫീഡ് ദ പീപ്പിൾ ഓഫ് ബ്രിട്ടൻ. സോ എന്തായി, ക്വൈറ്റ് നാച്ചുറലി അവിടെ ഡിമാൻഡ് കൂടിയല്ലോ, കോണിൻ്റെ ഡിമാൻഡ് ബ്രിട്ടനിൽ കൂടി. അപ്പോൾ നമുക്കറിയാം ഡിമാൻഡ് കൂടുമ്പോൾ എന്തായിരിക്കും, ഹൈ ഫുഡ് പ്രൈസസ്. ആ ഫുഡിൻ്റെ ഡിമാൻഡും അവിടെ കൂടി, കോണിൻ്റെ ഡിമാൻഡ് അവിടെ കൂടുകയാണ് ചെയ്തത്. സോ എഗെയിൻ പീപ്പിൾ ഡിമാൻഡഡ്, എന്ത് ചെയ്തു, ഇത്തവണ ഡിമാൻഡ് ചെയ്ത് വീണ്ടും കോണിലോ കൊണ്ടുവരണം എന്നല്ല, ടു സ്റ്റോപ്പ് ദിസ് കോണിലോ. അതാണ് അറിയപ്പെടുന്നത്. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. അൺഹാപ്പി വിത്ത് ദ ഹൈ ഫുഡ് പ്രൈസസ്, ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് അർബൻ പീപ്പിൾ ഫോഴ്സ് ദ ഗവൺമെൻറ് എഗെയിൻ ഫോർ ദി അബോളിഷൻ ഓഫ് കോണിലോ. ഫസ്റ്റ് അവർ പറഞ്ഞത് കോണിലോ കൊണ്ടുവരാൻ പറഞ്ഞു, ബട്ട് നൗ ദേ ഡിമാൻഡഡ് ടു എൻഡ് ദോസ് കോൺലോസ്. നൗ സെക്കൻഡ് വൺ, ഓക്കെ, ഇനി ഹൗ എന്ത് ചെയ്തു, അങ്ങനെ ബ്രിട്ടൻ കോൺലോ കംപ്ലീറ്റ് ആയിട്ട് അവർ ഫ്രീസ് ചെയ്തു. After the corn laws were scrapped, food could be imported into Britain more cheaply than it could be produced within the country. British agriculture was unable to compete with the import. Just ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് അവർ പറഞ്ഞത് കോണിലോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അത് ഇമ്പോർട്ട് ഫസ്റ്റ് കോണിലോ എന്തായിരുന്നു, ബ്രിട്ടനിലേക്കുള്ള ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഓക്കെ, അതവർ ചെയ്തു. പിന്നീട് ഈ ഫുഡിൻ്റെ പ്രൈസ് കൂടിയപ്പോൾ എഗെയിൻ പീപ്പിൾ ഡിമാൻഡ് ചെയ്തു, ഇനി ആർക്ക് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആക്കണം. കാരണം ഇവിടെ നമുക്ക് കോണിന് സ്കേഴ്സിറ്റി ഉണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഇനഫ്. അങ്ങനെ അവർ വീണ്ടും കോണിലോ കൊണ്ടുവന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ആർക്കും ബ്രിട്ടനിലേക്ക് എത്ര ക്വാണ്ടിറ്റിയും കോണും ഇമ്പോർട്ട് ചെയ്യാവുന്ന സിറ്റുവേഷൻ വന്നു. അപ്പോൾ എഗെയിൻ ഒരു പ്രശ്നം ഉണ്ടായി. എന്താണ്, ഇപ്പോൾ ഏത് കൺട്രീസിനും ബ്രിട്ടനിൽ ഉണ്ടാക്കുന്ന കോണിനേക്കാൾ കുറഞ്ഞ കോസ്റ്റിൽ ബ്രിട്ടനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എഗെയിൻ എന്തായിട്ടുണ്ടായിരിക്കും, അവിടെ ബ്രിട്ടീഷ് അഗ്രികൾച്ചർ വാസ് അൺഏബിൾ ടു കോമ്പീറ്റ് വിത്ത് ഇമ്പോർട്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫാമേഴ്സിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് മറ്റ് കൺട്രീസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ ക്വൈറ്റ് നാച്ചുറൽ നമ്മൾ അവിടുത്തെ ആളുകൾ ആരെയെന്നായിരിക്കും വാങ്ങിക്കുക, തീർച്ചയായിട്ടും അവർ വാങ്ങിക്കുന്നത് ഇമ്പോർട്ടഡ് കോണായിരിക്കും. അപ്പോൾ എഗെയിൻ ഒരു ഇഷ്യൂ അവിടെ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വാസ്റ്റ് ഏരിയാസ് ഓഫ് ലാൻഡ് വർ നൗ ലെഫ്റ്റ് അൺകൾട്ടിവേറ്റഡ്. ആളുകളെ കൃഷി തീരെ ചെയ്യാതെ, കാരണം നമുക്കറിയാം ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്തായിരിക്കും, ഞാനൊരു ഫാമറാണ്, ഞാൻ വിചാരിക്കുക എന്തായിരിക്കും, ഞാൻ എത്ര കൾട്ടിവേറ്റ് ചെയ്തിട്ടും കാര്യമില്ല, ആളുകൾ വാങ്ങിക്കുക എൻ്റെ അടുത്തു നിന്നല്ല, അവർ വാങ്ങിക്കുക ഇമ്പോർട്ടഡ് കോണാണ്. സോ വാസ്റ്റ് ഏരിയാസ് ഓഫ് ലാൻഡ് വർ നൗ ലെഫ്റ്റ് അൺകൾട്ടിവേറ്റഡ് ആൻഡ് തൗസൻഡ്സ് ഓഫ് മെൻ ആൻഡ് വിമൻ വർ ത്രോൺ ഔട്ട് ഓഫ് വർക്ക്. ദേ ഫ്ലോക്ക് ടു ദ സിറ്റീസ് ഓർ മൈഗ്രേറ്റഡ് ഓവർസീസ്. അങ്ങനെ ഈ ജോലി കിട്ടാത്ത ഫാമേഴ്സൊക്കെ
മറ്റ് കൺട്രീസിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്ത സിറ്റുവേഷനാണ് ഈ കോൺ ലോ കാരണം ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഇത്രയും 3 പോയിൻറ്റ്സാണ് ഈ കോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കി ടോപ്പിക്സ് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.